ഈ സിനിമയുടെ തുടക്കത്തിൽ നായകനായ ആൻ്റണിയും വില്ലനായ സേവറിനെയും കാണിക്കുന്നു. ആൻ്റണിയെ കണ്ട് പേടിച്ചോടുന്ന സേവറിൻ്റെ കാല് ആൻ്റണി വെട്ടിയെടുക്കുന്നു. അങ്ങനെ സേവർ മരണപ്പെടുന്നു. ഇവിടെ വെച്ച് ഈ സീൻ കട്ടാകുന്നു. അതിനുശേഷം കാണിക്കുന്നത് ഒരു കോളേജിൽ ബോക്സിംഗ് സീൻസ് കാണിക്കുന്നു. സേവറിൻ്റെ മകനും ഒരു വ്യക്തിയുമായിട്ടുള്ള പോരാട്ടമാണ് ഈ സീൻസിൽ കാണിക്കുന്നത്. ബോക്സിങ്ങിൽ വിജയിച്ച ആൻമരിയെ തേടിയെത്തുന്ന ഒരു ദുഃഖവാർത്തയായിരുന്നു. അത് മറ്റൊന്നുമായിരുന്നില്ല, തൻ്റെ അച്ഛൻ്റെ മരണവാർത്തയായിരുന്നു. ആൻ്റണി കൊന്നതായിരുന്നു അയാളെ. സേവറിൻ്റെ മരണച്ചടങ്ങുകൾക്കായി പങ്കെടുക്കാനായി ആ പ്രദേശത്തെ പള്ളിയിലെ അച്ഛൻ വരുന്നു. പിന്നീട് പോലീസുകാർ തമ്മിൽ സംഭാഷണത്തിൽ ഏർപ്പെടുന്നു. സേവറിൻ്റെ അനിയൻ ടാർസന് ജാമ്യം കിട്ടിയ വരുന്നു. ഈ സേവറും ടാർസനുമൊക്കെ വലിയ വലിയ റൗഡികളായിരുന്നു പണ്ട് മുതൽക്കേ. പിന്നീട് 6 മാസങ്ങൾക്ക് ശേഷം ആൻ്റണിക്ക് ജാമ്യം കിട്ടി എന്നറിഞ്ഞ് ആൻ്റണിയുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ ആൻ്റണിയുടെ വീടും പരിസരവും ജീപ്പും വൃത്തിയാക്കുന്നു. അതിനുശേഷം ആൻ്റണിയെ ജയിലിൽ നിന്ന് സ്വീകരിക്കുന്നതിനായി ഫ്രണ്ട്സ് ജയിലിന് മുന്നിൽ കാത്തിരിക്കുന്നു. ജയിലിന് മുന്നിൽ പുറത്തിറങ്ങിയ ആൻ്റണിയെ അവർ സ്വീകരിക്കുന്നു. ആൻ്റണിയുടെ ഉറ്റ സുഹൃത്തും മകളും ചേർന്ന് സേവറിനെതിരെ കോടതിയിൽ സാക്ഷ്യം പറയുന്നു. ഇതിൽ പ്രകോപിതനായ സേവർ മകളുടെ മുന്നിൽ വെച്ച് ആൻ്റണിയുടെ സുഹൃത്തായ മനോജിനെ ഉപദ്രവിക്കുകയും അദ്ദേഹത്തിൻ്റെ കാൽ വെട്ടിയെടുക്കുകയും ചെയ്യുന്നു. ഇതാണ് ആൻ്റണിയെ പ്രതികാരം ചെയ്യാനുണ്ടാക്കിയ കാരണം. അതിനുശേഷം പോളച്ചൻ്റെ കോൾ വരുന്നുണ്ട്. കുറച്ച് സ്ഥലവും വീടും തന്നാൽ കേസ് ഒതുക്കി തീർക്കാമെന്ന് സേവറിൻ്റെ ഭാര്യ പറയുന്നുണ്ട്. അങ്ങനെ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു. പിന്നീടുള്ള സീൻ കാണിക്കുന്നത് കണ്ണ് കാണാൻ വയ്യാത്ത അവറാച്ചനാണ് ആൻ്റണി ഇത്രയും ഉയരത്തിലെത്താൻ നിർണായ പങ്ക് വഹിച്ചിട്ടുള്ളത്. മാത്രവുമല്ല, ഇയാൾക്ക് ചെറുതായിട്ട് കാഴ്ചപരിമിതി ഉണ്ടായിരുന്നു. അവറാച്ചനെ നോക്കാൻ ഒരു ഹോം നേഴ്സ് വരുന്നതായി എന്നൊരു അറിവ് കിട്ടി. ആ ഹോം നേഴ്സിൻ്റെ പേര് മായ എന്നായിരുന്നു. അതിനുശേഷം പിന്നീട് വന്ന സീനിൽ ആൻ്റണിയും അടുത്ത കൊട്ടേഷൻ ഏറ്റെടുക്കുന്നതായി കാണിക്കുന്നു. പോലീസുകാരൻ്റെ റിസോർട്ട് നടത്തുന്നതിന് കുറച്ച് പേർ എതിർപ്പുമായി രംഗത്ത് വരുന്നു. അവരെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്നായിരുന്നു പോലീസുകാരൻ്റെ അഭ്യർത്ഥന. ഒടുവിൽ ആ കൊട്ടേഷൻ ആൻ്റണി ഏറ്റെടുക്കുന്നു. റിസോർട്ടിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിന്നവരെ ആൻ്റണി വിരട്ടുന്നു. ഒടുവിൽ തടസ്സം നിന്നയാളെ കൊണ്ടുതന്നെ റിസോർട്ടിൻ്റെ ഉദ്ഘാടന കർമ്മം ആൻ്റണി നിർവഹിക്കുന്നു. അടുത്ത സീൻസിൽ കാണിക്കുന്നത് ആൻമരിയ അമ്മയോട് പറയുന്നത് ഹോസ്റ്റലൊക്കെ മടുത്തു, വീട്ടിലേക്ക് വന്നോട്ടെ എന്നാണ്. പക്ഷേ അമ്മ വിസമ്മതിക്കുന്നു. അതിനുശേഷം ജെസ്സി തൻ്റെ പുതിയ വീട് കാണുന്നു. മടക്ക യാത്രയിൽ വെച്ച് പച്ചക്കറികൾ വാങ്ങിയ ശേഷം വീട്ടിലേക്ക് പോകുന്ന വഴി സേവറിൻ്റെ അകന്ന ബന്ധുവിൻ്റെ ആക്രമണം വഴി ജെസ്സി പൊട്ടിക്കിടക്കുന്ന ഇലക്ട്രിക് ലൈനിലേക്ക് വീഴുകയും തുടർന്ന് ഷോക്കേറ്റ് മരണപ്പെടുകയും ചെയ്യുന്നു. പിന്നീട് ശവസംസ്കാര ചടങ്ങുകൾ കാണിക്കുന്നു. അതിനുശേഷം ആൻമരിയുടെ സംരക്ഷണം ഏറ്റെടുക്കുന്നതിനായി ആൻ്റണിയുമായിട്ട് ചർച്ച ചെയ്യാൻ പള്ളിയിലേക്ക് പോകുന്നു. ആൻ്റണിയോട് പോളച്ചൻ സംസാരിക്കുന്നു. ആദ്യം വിസമ്മതിച്ച ആൻ്റണി പിന്നീട് സമ്മതിക്കുന്നു. മടക്കയാത്രയിൽ ആൻ്റണിയെക്കുറിച്ചുള്ള ഭൂതകാല ചരിത്രം ഹോം നേഴ്സിനോട് പറയുന്നു. ആൻ്റണിയുടെ അച്ഛനും സുഹൃത്തും ചേർന്ന് ഒരു തടി ബിസിനസ് തുടങ്ങുകയും ഇതിൽ കുറച്ച് ചന്ദനം ആൻ്റണിയുടെ അച്ഛൻ്റെ കൂട്ടുകാരൻ കടത്തുകയും ചെയ്യുന്നു. പിടിക്കപ്പെട്ടതിന് ശേഷം എങ്ങനെയോ ജാമ്യം കിട്ടുന്നു. പ്രതികാരം ചെയ്യുന്നതിനായി പോലീസുകാരെ സമീപിക്കുന്നു. അങ്ങനെ ആൻ്റണിയുടെ വീട്ടിൽ അനാശ്വാസ പ്രവർത്തനം നടക്കുന്നതായി വരുത്തി തീർക്കുന്നു. ഇതിൽ മറന്നുകൊണ്ട് ആൻ്റണിയുടെ കുടുംബം ആത്മഹത്യ ചെയ്യുന്നു. ഒടുവിൽ തൻ്റെ കുടുംബത്തെ ഇല്ലാതാക്കിയ ആളുകളെ ഓരോരുത്തരായി ആൻ്റണി പ്രതികാരം ചെയ്യുന്നു. പിന്നീട് അവറാച്ചൻ്റെ കീഴിൽ ആൻ്റണി വളരുന്നു. ആൻമരിയയുടെ സംരക്ഷണം ഏറ്റെടുക്കുന്നതിനായി ആൻ്റണിയും പോളച്ചനും ആൻമരിയയുടെ വീട്ടിൽ ചെല്ലുന്നു. ഇതിനിടയിൽ സേവറിൻ്റെ അകന്ന ബന്ധവും ഇവരുമായി വാക്കുതർക്കവും ഉണ്ടാകുന്നു. ഇത് വലിയ രീതിയിലുള്ള ഫൈറ്റിൽ കലാശിക്കുന്നു. അതിഗംഭീരമായ ആക്ഷൻ രംഗങ്ങൾക്ക് സിനിമ വളരെയധികം പ്രാധാന്യം നൽകിയിട്ടുണ്ട്. പിന്നീട് ആൻമരിയെ കോളേജിൽ ആൻ്റണിയെ കൊണ്ട് അയക്കുമ്പോൾ അവിടെയും ഓരോരോ പ്രശ്നങ്ങൾ ആൻമരി ഒപ്പിക്കുന്നു. എങ്ങനെയൊക്കെയോ കയ്യോ കാലയോ പിടിച്ച് ആൻ്റണി പറയുന്നു ഇനിയൊരു പ്രശ്നവും ഇവൾ ഉണ്ടാക്കില്ല എന്ന്. പക്ഷേ വീണ്ടും ആൻമരി പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. കാരണം തിരക്കി ആൻ്റണി മറുപടിയായി ആൻമരി പറഞ്ഞത് അപ്പനെ കൊന്നവൻ്റെ കൂടെ കിടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അവിടെ വെച്ച് ഒന്നും കൂടി പൊട്ടിക്കാൻ ആൻ്റണി ആവശ്യപ്പെടുന്നു. അങ്ങനെ അവളത് ചെയ്യുന്നു. അതിനുശേഷം
ടാർസനെയാണ് കാണിക്കുന്നത്. വീണ്ടും ആൻമരി പ്രശ്നങ്ങളുണ്ടാക്കുന്നു. പ്രകോപിതനായ ആൻ്റണി ആൻമരിയോട് പറയുന്നു, നീ അനാഥമന്ദിരത്തിൽ തന്നെ കിടക്കേണ്ടവളാണ് എന്ന്. അതിനുശേഷം പ്രിൻസിപ്പൽ വെളിയിൽ നിന്ന് റൗഡികളെ കൊണ്ടുവരുന്നു. ഈ റൗഡികളെ ആൻമരി നേരിടുന്നു. അതോടൊപ്പം ജോജു. പിന്നീട് മാസ് ഫൈറ്റ് രംഗങ്ങളൊക്കെ ഓരോന്നായി വരുന്നു. ആൻ്റണിയും കല്യാണിയും നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. അതിനുശേഷം പ്രിൻസിപ്പളിൻ്റെ റൂമിലേക്ക് ആൻ്റണി പ്രിൻസിപ്പളിനെ മർദ്ദിക്കുന്നു, റൗഡികളുടെ കാര്യം പറഞ്ഞു. അതിനുശേഷം ആൻ്റണി മരിയോട് അന്ന് പറഞ്ഞ വാക്കുകൾക്ക് സോറി പറയുന്നു. അങ്ങനെ ഹോസ്റ്റലിൽ ആൻമരി ഒഴിയുന്നു. പിന്നീട് ആൻ്റണിയുടെ വീട്ടിലേക്ക് താമസം മാറുന്നു. അതിനുശേഷം പോളച്ചൻ ആൻ്റണിയുടെ വീട്ടിൽ വന്ന് സംസാരിക്കുന്നു. പള്ളിയിലുള്ള ആളുകൾക്ക് ആൻമരിയെ ഇവിടെ താമസിക്കുന്നതിന് വിയോജിപ്പുണ്ടെന്ന്. ഇതിനെതിരെയും ആൻമരിയും പ്രതികരിക്കുന്നു. പിന്നീട് വലിയൊരു പാറമട കാണിക്കുന്നു. അവിടെയുള്ള ജനങ്ങളുടെ ആവശ്യം പരിഹരിക്കുന്നതിനായി ആൻ്റണി പോരാടുന്നു. അതിനുശേഷം തൻ്റെ ഉറ്റ സുഹൃത്ത് കുത്തേറ്റെന്ന് പറഞ്ഞ് ആശുപത്രിയിൽ ചെല്ലുന്നു. വിവരം തിരക്കി ആൻ്റണിക്ക് അറിയാൻ കഴിഞ്ഞത് ടാർസനാണ് ഇത് ചെയ്തതെന്നാണ്. ടാർസൻ്റെ അടുത്ത് സംസാരിക്കാൻ ഔറാച്ചൻ ചെല്ലുന്നു. പക്ഷേ ടാർസൻ്റെ ചവിട്ട് കൊണ്ട് ഔറാച്ചൻ മരിക്കുന്നു. ടാർസനെ വകവരുത്താനായി ആൻ്റണി ടാർസൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. അതിസംഭവമായ ഫൈറ്റ് നടക്കുന്നു. ഒടുവിൽ ടാർസനും അദ്ദേഹത്തിൻ്റെ അനുയായികളും മരിക്കുന്നു. കുത്തേറ്റ ആൻ്റണിയെ ഹോം നേഴ്സ് പരിചരിക്കുന്നു. പിന്നീട് വീണ്ടും ആൻമരിയുടെ ബോക്സിംഗ് രംഗങ്ങൾ കാണിക്കുന്നു. അതിനുശേഷം പള്ളിയിൽ ആൻമരിയുടെ യഥാർത്ഥ അച്ഛൻ വരുന്നു. പക്ഷേ ആൻമരി അപ്പ എന്ന് വിളിച്ച് ആൻ്റണിയോട് കൂടി പോകുന്നു. ഇതോടുകൂടി സിനിമ ഇവിടെ അവസാനിക്കുകയും ചെയ്യുന്നു.